കൂട്ടിന് ആകാശം കണ്ട് വിമാനം കണ്ട് മാവിനെ കടിച്ചു മുട്ടുവേ ഇതല്ല കണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ യാത്രകളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, മീൻസ് ശ്വാസം മുട്ടലല്ല. അപ്പം കുറേ തെയ്യത്തിനെല്ലാം പോയി ഐസ്ക്രീമെല്ലാം കുടിച്ച് അങ്ങനെ ആകെ പെട്ടിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഡോക്ടറെ കാണിക്കാൻ പോകാനേ നമ്മളൊരു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാവിലെ കേട്ടോ. അപ്പോൾ റിക്കൂട്ടനെയും വിളിച്ച് എണീപ്പിച്ച് പോകുന്നുണ്ട്. അപ്പം എനിക്ക് AC ഇട്ടാൽ ഛർദ്ദിക്കുന്നതുകൊണ്ട് ഗ്ലാസ് കുറച്ച് താത്തിയിട്ട് ചെവിയെല്ലാം പൊത്തിയിരുന്നിട്ട് പോകുകയാണ് കേട്ടോ. രാവിലെ തന്നെ എന്തോ ഒരു തരം കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല സീനറി എല്ലാം പിന്നെ കാണാനുണ്ട്. അതിന് പ്രകൃതിയിൽ എന്തോ ഒരു മാറ്റം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോണിൽ പിന്നെ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടും പിന്നെ റോഡിൽ വലിയ കുട്ടും കുഴിയും ഇല്ലാത്തതുകൊണ്ടും നല്ല ക്ലിയർ വീഡിയോ കിട്ടിയിട്ടില്ല. പക്ഷേ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്തെത്തി. അപ്പോൾ ഒരു വിമാനം റിക്കൂട്ടിനെ കാണിച്ചു കൊടുക്കുന്നതാണേ. കൂട്ടിന് ആകാശം കണ്ട് വിമാനം കണ്ട് മാവിനെ കടിച്ചു മുട്ടുവേ ഇതല്ല കണ്ട്. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെയും അമ്മേനെയും കാണിച്ചിട്ട് നമുക്ക് രണ്ടാൾക്കും, അമ്മക്ക് ശ്വാസം മുട്ടൽ തുടക്കം, എനിക്ക് കുറച്ച് ഹെവി ആയിരുന്നു. അപ്പോൾ റിക്കൂട്ടിനെ വെറുതെ കൂട്ടിയതാണ്. ഓനും തൊപ്പിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ റിക്കൂട്ടിനെയും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ട അതെല്ലാം കഴിച്ചു. അപ്പോൾ അച്ഛനെ പണിക്ക് വിളിച്ചുകൊണ്ട് നമ്മൾ വേഗം തിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ റിക്കൂട്ടിന് എനിക്കും കൂടി തിന്നാൻ എന്തായാലും കുറേ സമയം വന്നുകൊണ്ട് ബാക്കി നമ്മൾ പാർസലാക്കി വീട്ടിലെത്തിയിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. റിക്കു പിന്നെ മുന്നിൽ നിന്ന് അമ്മേൻ്റെ അടുക്കുന്ന നേരെ പുറകിൽ അമ്മ പൂജേൻ്റെ അടുത്ത് വേണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ ഓനെ ഞാൻ ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചങ്ങായി ചിരിക്കില്ല കേട്ടോ. അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനും റിക്കൂട്ടനും അമ്മയും അച്ഛനും കൂടി റിക്കൂട്ടിനെ കാണിക്കാൻ പോയ ദിവസത്തെ വീഡിയോ ആണ്. അങ്ങനെ ഡോക്ടറെല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്ന് വൈകുന്നേരം പൊറോട്ട കഴിക്കാൻ പോകുന്നു. അപ്പം റിക്കൂട്ടിനെ കാണിച്ചൊരു 5 ദിവസം കഴിഞ്ഞിട്ടാന്ന് തോന്നും എന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്തായിരുന്നു വാങ്ങിയത്, പൊറോട്ടയും ചില്ലി ചിക്കൻ കേട്ടോ.
അപ്പോൾ അന്ന് രാത്രി നമ്മളെ മുത്ത് വന്നിട്ടുണ്ടായിന്. മുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. അവളിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പം നമുക്ക് അവൾക്ക് ലോട്ടറി അടിച്ച് അന്നേരം പിന്നെ നമുക്ക് ചിലവ് തരാമെന്നെല്ലാം പറഞ്ഞ്. അപ്പം പിന്നെ എനക്കും റിക്കൂണിനും കൂടിയിട്ട് 2 പൊറോട്ടയെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കറിയൊന്നും വാങ്ങി. അങ്ങനെ നമ്മളിതാ പൊറോട്ട കഴിക്കുമെന്ന്. അപ്പം വയറ് കുറച്ചൊന്ന് ഫില്ലാക്കിയിട്ട് എന്നാൽ ഫില്ലാകാത്ത തരത്തിൽ പോയിട്ട് അടുത്ത് ഫുഡ് അടിക്കാൻ വെച്ചിട്ടാണുള്ളത്. പിന്നെ അമ്മയും അച്ഛനൊന്നും അങ്ങനെ പുറത്ത് പോയിട്ട് കഴിക്കലൊന്നുമില്ലല്ലോ. അപ്പം അവരൊന്നിച്ച് കഴിച്ചു. എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്ക് റിക്കൂണിന് ഉറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇത് രാത്രിക്ക് നമ്മളെല്ലാവരും കൂടി കറങ്ങാൻ പോയവരെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായത് ആ നേരത്തെ കണ്ട ചില്ലൗട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലയെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് കയറി. അപ്പം വായിൽ കൊള്ളാത്ത എന്തെല്ലോ പേരുള്ള ചിക്കനെയും താറാവിനെയും അങ്ങനെ എന്തെല്ലോ അവർ പേര് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ആദ്യം നമ്മൾ ഇത്ര ആളാണെന്നുള്ളത്. ഇഷുണ്ട്, നിമിഷേച്ചിയുണ്ട്, വലിയപ്പാപ്പൻ, ആൻറ്റി, കുട്ടു, പിന്നെ ധന്യാൻറ്റി, മുത്ത്, അമ്പി, ഞാനും റിക്കോളും. നമ്മൾ ഇത്ര ആളാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതില്ല എന്താ പറയുക ഈ നോമ്പെല്ലാം ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പം നല്ല വെറൈറ്റി സ്മെല്ലെല്ലാം കണ്ടുകൊണ്ട് കയറിയതാണ്. പക്ഷെ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ എന്തെല്ലോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. റിക്കൂട്ട ഫുൾ ഓണായിരുന്നു. കാരണം അവൻ അത്യാവശ്യം അവൻ്റെ വയറ് നിറച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങുകയും ചെയ്തിന്. അതുകൊണ്ട് അവൻ നല്ലൊരു ഓൺ മൂഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. പൊതുവേ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വെള്ളമെല്ലാം കൊണ്ട് തരില്ല. ഇവർ ആദ്യം വെള്ളമൊന്നും തന്നിട്ടില്ല. ഒരു ജഗ്ഗ്, ഒരു തണിഞ്ഞ വെള്ളമുള്ള ജഗ്ഗ് അവിടെ ഉണ്ടായിന്. അപ്പം എനിക്ക് ചുമയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചതിന് ഫുഡ് വരുമ്പോഴേക്ക് മിക്കവാറും ഞാൻ കുറച്ച് പണിയാവുന്നു. പിന്നെ മക്കൾക്കും വെള്ളം. റിക്കുവിന് പിന്നെ വെള്ളം ഞാൻ കുപ്പിയിൽ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അവരോട് വെള്ളം പറഞ്ഞിട്ടും തന്നിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെനു എല്ലാം പറഞ്ഞു. അപ്പം അവരെ സ്പെഷ്യൽ ഐറ്റം എന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ ഓക്കെയാണ്. കാരണം ഒരു ഫുൾ കോഴിയുണ്ട്. പിന്നെ അതിൽ മുന്നേ നമ്മൾ അൽഫാമില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിന്. അത് 3 ടൈപ്പാണ്. 3 പീസ് ചിക്കനാണ്. പക്ഷേ 3 ഫ്ലേവറാണ്. ഫ്ലേവറൊന്നും ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല കേട്ടോ. റിക്കൂഡിനാണെങ്കിൽ മയണൈസ് കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം നക്കി തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളിത് അൽഫാം കുബൂസും ഇതും വാങ്ങിച്ചിട്ടുണ്ടായിന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മയണൈസ് ആയാലും സംഭവങ്ങളെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പം അതെല്ലാവരും ഓരോ പീസ് എടുത്ത് കഴിച്ചു. പിന്നെ നമ്മളെ അമ്പി ഇതില്ലേ പച്ച ചിക്കൻ കബാബില്ലേ അതാണ് പറഞ്ഞത്. അത് പച്ചക്കളറായിരുന്നു. അവനൊരു ഇത് കണ്ടിട്ട് വാങ്ങിയതാണ്. അത് വലിയ ടേസ്റ്റൊന്നും അറിയില്ല. എന്തെല്ലോ പച്ച മരുന്നെല്ലാം അരച്ച പോലത്തെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പിന്നെ വന്നതാണ് ഈ സാധനം. ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. അവരെ തന്നെ ഫുഡ് വെറൈറ്റി റെസിപ്പിയാണെന്നെല്ലാം പറഞ്ഞാണ് കൊണ്ടുത്തന്നത്. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ചിക്കൻ നമ്മൾ മീൻകറിയിൽ ഇടുമെന്ന് പറയുന്നില്ലേ, ആ ടേസ്റ്റ് ആയിരുന്നു. കൂടാണ്ട് നമ്മൾ കഴിച്ച് കഴിയുന്നത് വരെ അവർ പച്ചവെള്ളം നമുക്ക് കൊണ്ടുത്തന്നിട്ടില്ല കേട്ടോ. ഓൾറെഡി ഓർഡർ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിന്. അതിന് മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്. പക്ഷേ തന്നിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇത്രയും മോശം അനുഭവം ഉണ്ടായത്. അപ്പം വീട്ടിലെത്തി ആൻറ്റീൻ്റെ അടുക്കൽ നിന്നാണ് നമ്മൾ വെള്ളമെല്ലാം കുടിച്ചത് കേട്ടോ. പിന്നെ പിള്ളേർക്കെല്ലാം പിന്നെ റിക്കുവിന് പിന്നെ ആവശ്യത്തിന് വെള്ളം അവൻ്റെ കുപ്പികളിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുപ്പിയിലുള്ളതാണ് പിന്നെ ഞാനും ആരെല്ലാം അങ്ങനെ മാറി മാറി കുടിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കുറേ വെള്ളമെല്ലാം കുടിച്ചു. അപ്പോഴേക്ക് ഷിബു അപ്പം വിളിച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ ഷിബു അപ്പനോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിക്കുവാന്ന് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നിതാ നോക്കി ചിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. റിക്കുവിനെ എങ്ങനെയല്ലോ പിടിച്ച് നിർത്തി ഉറക്കി കേട്ടോ. പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചുകൊണ്ട് കുറേ ഗുളികയും കുടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.